എറണാകുളം ജില്ലയിൽ മെട്രോ സ്റ്റേഷനും പുതുതായി വരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിനും അടുത്തായി നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വിശാലമായ 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വീട് തന്നെയാണ്. 100% ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. രണ്ട് സൈഡും റോഡ് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. വിശാലമായ റോഡുകളാണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ഗേറ്റ് കാണാൻ കഴിയും. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വിശാലമായ ഗേറ്റുകളാണ് വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. 2 ഇന്നോവ പോലത്തെ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കാർ പോർഷനും ലഭിക്കുന്നുണ്ട്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ ഭാഗത്തെല്ലാം നാച്ചുറൽ ഗാർഡൻ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയുള്ളൊരു വീട് തന്നെയാണ്. ഈ ഒരു വീട് മാത്രമേ ഇവിടെ ലഭ്യമുള്ളൂ. വാട്ടർ സോഴ്സിനാണ് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ഡയറക്ഷനിൽ നിൽക്കുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ട് ഡോറും ജനലുകളും തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്നാൽ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല മനോഹരമായ ഒരു ലിവിംഗ് ഹാൾ ഇവിടെ കാണാം. സീലിംഗ് വർക്കുകളും BLDC ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഹാൾ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാണ്. 2 വലിയ ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാനും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഭിത്തിയിലെല്ലാം വാൾപേപ്പറെല്ലാം ഒട്ടിച്ച് മനോഹരമായി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള പോട്ട്സുകളെല്ലാം വയ്ക്കാവുന്ന ഒരു സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് കിച്ചണിൻ്റെ നിർമ്മാണം. ഇവിടെയും സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഓട്ടോമേറ്റഡ് ചിമ്മിനി തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കബോർഡിൻ്റെ സെൻറ്ററിലായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭ്യമാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിലുള്ള വർക്കുകളാണ് ബെഡ്റൂമിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു കബോർഡ് വർക്ക് കാണാം. ഈ ഒരു കോർണറിലായാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും നല്ല രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കും കാണാൻ കഴിയും. 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യം ഈ ബാത്റൂമിനും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹാളിലേക്ക് തിരിച്ചു വരാം. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. നല്ല മനോഹരമായൊരു വാഷ് കൗണ്ടറും വാഷ് ബേസിനും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന സ്പേസും സ്റ്റോറേജ് സ്പേസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള സ്റ്റെയർ കേസ് തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് വരാം. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഫിക്സഡ് വിൻഡോ കാണാം. നല്ല ഫിക്സഡ് ഗ്ലാസ്സോടുകൂടി വരുന്ന വിൻഡോയാണ്. അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പുറത്തായി നമുക്ക് അകത്തായി നല്ലൊരു ഗ്രിൽ വർക്കും കൊടുത്തിട്ടുണ്ട്.
ചെറിയൊരു ഹോള് നമുക്കിവിടെ ലഭ്യമാവുന്നുണ്ട്. മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ആ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഒരു 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന അത്യാവശ്യം ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും മെട്രോ സ്റ്റേഷനും അടുത്തായി നിൽക്കുന്ന 4.830 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റ് കൂടാതെ യൂട്ടിലിറ്റി കാർ പോർച്ച് ഉൾപ്പെടെ വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.